അത്യാവശ്യമുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും എന്നെ വിളിച്ചോളൂ. താങ്ക് യു ഗോപേട്ട. താങ്ക് യു ലളിത. സീ യു ടുമോറോ. ഗുഡ് നൈറ്റ്. ബൈ ബൈ. ആ സുമതി ഇന്ന് പോകുന്നു അല്ലേ? ഞാൻ ഭാരതിയുടെ വീട്ടിൽ പോയിരുന്നു. ഒരു ഊണ് കഴിക്കാം. എന്ത് ചെയ്യാം, ഞാനൊരു ഡോക്ടറാണല്ലേ? ഡോക്ടർ മാത്രമാണോ? അല്ല, ഒരു ഭർത്താവ് കൂടിയാണ്. ഭർത്താവ്? എന്താ, ഞാനത് ബോധ്യപ്പെടുത്തണോ? നിർബന്ധമില്ല. വരൂ. ഇനി കുറെ ദിവസത്തേക്ക് ഞാനൊരു ഭർത്താവ് മാത്രമായിരിക്കും. ഇത് ഞാൻ കേട്ട് വേണ്ട മിണ്ടല്ലേ, ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി. ഞാൻ പോയിട്ട് വേഗം വരാം. മോനെ, രണ്ട് നിന്റെ മുത്തച്ഛന്മാരാ. അനുഗ്രഹം വാങ്ങിച്ചോ? ഇവന് നിന്റെ അച്ഛന്റെ പേരിട. വേണ്ട, മുത്തച്ഛന്റെ പേരിട. ഒരു ഐഡിയ, പേര് രണ്ടും കൂടി ഒന്ന് ചേർത്ത് കൃഷ്ണകുമാറിനിട. മോനെ, കൃഷ്ണകുമാർ. മോൾ അല്പം അനീമിക്കാണ്. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും മോൾക്ക് ഫിറ്റ്സ് വന്നിട്ടുണ്ടോ? ഇല്ല. സൂക്ഷിക്കണം. കൂടെ എന്നെ കൊണ്ടുവന്ന് കാണിക്കണം. മോൻ വലുതാകുമ്പോ അച്ഛനൊരു അസൽ ഹെലികോപ്റ്റർ വാങ്ങിച്ചു. മോൻ അമ്മയും കൊണ്ട് ഇങ്ങനെ ആകാശത്ത് പറക്കും കേട്ടോ. നോക്കണം, എല്ലാം മറക്കുന്നത് പോലെ നാളത്തെ കാര്യം മറക്കണ്ട. നാളെ മോന്റെ പിറന്നാളാണ്. കൊള്ളാം, ഞാനത് മറക്കുവോ? നമ്മുടെ മോന്റെ പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കേണ്ട. ഹലോ, അതെ, നിങ്ങളാരെ സംസാരിക്കുന്നത്? എനിക്ക് ഡോക്ടറോടൊന്ന് സംസാരിക്കണം. ഞാൻ ഷീലയാണ്. 1 മിനിറ്റ്. ആരാ സുമതി? ഹലോ. എന്റെ കുഞ്ഞിന് തീരെ സുഖമില്ല ഡോക്ടർ. വല്ലാതെ പനിക്കുന്നു, സംസാരിക്കുന്നുമില്ല. എനിക്ക് ഭയമാവുന്നു ഡോക്ടർ. ഡോണ്ട് വറി, ഞാൻ ഉടനെ വന്നേക്കാം. ഒരു സ്ഥലം വരെ പോകണം, അത്യാവശ്യമാണ്. ഇപ്പൊ പോണോ? ഞാൻ ഉടനെ വന്നേക്കാം. ഹലോ സുമതി. ഹലോ. എല്ലാം കേമമായി. മൂടി കൂടി ഉണ്ടായിരുന്നെങ്കിൽ വരച്ച പോലെ. കുഞ്ഞിന് ഫിറ്റ്സ് വരികയാണെങ്കിൽ എന്നെ അറിയിക്കും. മടിക്കേണ്ട, എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കാം. താങ്ക് യു സർ. വരട്ടെ.
സുമതി ഇതുവരെ ഉറങ്ങിയില്ലേ? ഐ എം സോറി സുമതി, വളരെ വൈകിപ്പോയി. വരൂ, ആഹാരം കഴിക്കാം. വല്ലാത്ത ക്ഷീണം, ഞാൻ അല്പം കിടക്കട്ടെ. ഹലോ, ഞാൻ ഷീലയാണ് സംസാരിക്കുന്നത്. ഡോക്ടറെ ഒന്ന് വിളിക്കാമോ? ഡോക്ടറെ ഇപ്പൊ കിട്ടില്ല, ഉറക്കമാണ്. അയ്യോ, ഒന്ന് വിളിക്കണേ, ഡോക്ടർ പറഞ്ഞിരുന്നതാണ്. എന്ത് പറഞ്ഞു? ഡോക്ടർ എന്താ മനുഷ്യനല്ലേ? ഊണും ഉറക്കവുമെല്ലാം അദ്ദേഹത്തിനും വേണ്ടേ? അദ്ദേഹത്തിന് ഒരു കുടുംബമുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ദയവ് ചെയ്തെങ്കിലും ഉപദ്രവിക്കരുത്. ആരോ റോങ് നമ്പർ വിളിച്ചതാ. ഹലോ ഹലോ ഹലോ, എന്റെ കുഞ്ഞു പോയി ഡോക്ടർ. അവള് ഞങ്ങളെ വിട്ടു പോയി. അവളെ രക്ഷിക്കാൻ സാധിച്ചില്ല ഡോക്ടർ. ഇന്നലെ ഡോക്ടർ പോയി അല്പം കഴിഞ്ഞപ്പോ കുഞ്ഞിന് ഫിക്സ് വന്നു. ഉടനെ എന്താ എന്നെ വിളിക്കാഞ്ഞത്? വിളിച്ചു പോവിച്ചേട്ടാ, പക്ഷെ നിങ്ങളുടെ ഭാര്യ രാത്രി നിങ്ങൾ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. ആരാ സുമതി? ആരോ റോങ് നമ്പർ വിളിച്ചതാ. ബോബിച്ചേട്ടൻ സമയത്തിന് വന്നിരുന്നെങ്കിൽ എന്റെ മകളെ രക്ഷിക്കാൻ ചേട്ടന് സാധിക്കുമായിരുന്നു. എന്റെ മോളെ. സുമതി, ഇന്നലെ രാത്രി ഷീലേനെ ഫോണിൽ വിളിച്ചോ? എന്താ ഒന്നും മിണ്ടാത്തെ? ചോദിച്ചേ കേട്ടില്ലേ? രാത്രി ഉപദ്രവിക്കണമെന്ന് പറഞ്ഞ് ഫോൺ ഡിസ്കണക്ട് ചെയ്തോ? ചെയ്തു. ദ്രോഹി, നീ ഒരു പെണ്ണല്ലേ? നീ പ്രസവിച്ചവളല്ലേ? നീ കാരണം ഷീലയ്ക്ക് അവളുടെ കുഞ്ഞു നഷ്ടപ്പെട്ടു. ഇത്ര മനുഷ്യത്വമില്ലാത്തവളായി പോയല്ലോ. എന്റെ രോഗികളുടെ ജീവൻ എന്റെ കയ്യിലാണ്. അവരെ രക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്. ഞാൻ ഇന്നുവരെ നേടിയതെല്ലാം നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ടു. നിന്റെ കൊലരുതായ്മ കൊണ്ട് ഞാനൊരു കൊലപാതകയായി. ഇല്ല, ഇനി ഞാനിത് സഹിക്കില്ല. ഒരു ഡോക്ടറുടെ ഭാര്യയായിരിക്കാനുള്ള യോഗ്യത നിനക്കില്ല. ഇനി നാം ഇവിടെ ഒരുമിച്ച് ജീവിക്കില്ല. പോ, ഇറങ്ങി പോയിടുന്നു. ഒരു ഡോക്ടറുടെ ഭാര്യയായിരിക്കാനുള്ള യോഗ്യത നിനക്കില്ല. നാം ഇനി ഇവിടെ ഒരുമിച്ച് ജീവിക്കില്ല. പോ, ഇറങ്ങി പോയിടുന്നു. ഞാൻ പോകുന്നു. എങ്ങോട്ട്? നിങ്ങളുടെ ഭാര്യയായിരിക്കാനുള്ള യോഗ്യത എനിക്കില്ല. എന്നാര് പറഞ്ഞു? നിന്റെ തോന്നലായിരിക്കും. അല്ല, നിങ്ങൾ പറഞ്ഞതാണ്. ഇവിടെ നിന്ന് ഇറങ്ങി പോകാനും നിങ്ങൾ പറഞ്ഞു. ഞാൻ ദേഷ്യം വന്നപ്പോ എന്തൊക്കെയോ പറഞ്ഞു. അതുകൊണ്ട് നീ ഇറങ്ങി പോണു. നിങ്ങളങ്ങനെ എന്തോ പറഞ്ഞു പോയതല്ല, മനഃപൂർവ്വം ബോധപൂർവം പറഞ്ഞതാണ്.
നിങ്ങൾ എന്നെ അടിക്കുകയും ചെയ്തു. എനിക്കിതൊന്നും സഹിക്കാനാവില്ല. സംഭവിച്ചതെന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? നീ ഒന്ന് ഓർത്തു നോക്ക്. നിന്റെ ആ പ്രവൃത്തി ഒരു കുഞ്ഞിന്റെ മരണത്തിനിടയാക്കിയില്ലേ? വേണമെന്ന് കരുതി ഞാൻ അങ്ങനെ ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? രാത്രി ഇങ്ങനെ ഒരു ഫോൺ കോൾ വരുമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നോ? എന്തിനു പറയണം? ഒരു ഡോക്ടറെ രാത്രി ആരെങ്കിലും വിളിക്കുന്ന നേരം പോക്കിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെ അങ്ങനെ പലരും വിളിക്കാറുണ്ട്. പകലും രാത്രിയും നേരം പോക്കിന് വേണ്ടി തന്നെ. എന്തിന്? എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറയും. സ്ത്രീകൾ അനാവശ്യമായി നിങ്ങളെ ഫോണിൽ വിളിച്ചിട്ടില്ലേ? എനിക്കിതെല്ലാം അറിയാമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? ഓ, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നീ അസൂയാലുമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഇത്ര മോശപ്പെട്ട പ്രവൃത്തി ചെയ്തത്. അനാവശ്യമായി എന്നെ കുറ്റപ്പെടുത്തരുത്. ഇത്തരം ഒരു സന്ദർഭത്തിൽ ഒരമ്മയുടെ വിഷമം എനിക്കും അറിയാം. ഞാനും ഒരു അമ്മയാണ്. ആണോ? എങ്കിൽ നീ ഇത് പ്രവർത്തിക്കുമായിരുന്നില്ലല്ലോ. എന്താ ഞാൻ ചെയ്തത്? ക്ഷീണിച്ചവശനായി വന്നു കയറിയ നിങ്ങൾ ഭക്ഷണം പോലും കഴിക്കാതല്ലേ കിടന്നുറങ്ങിയത്? അപ്പോൾ ഫോൺ വന്ന കാര്യം പറഞ്ഞ് ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചില്ല. ഇതാണ് ഞാൻ ചെയ്ത തെറ്റ്. നിങ്ങളുടെ സുഖവും സ്വൈര്യവും നശിപ്പിക്കരുതെന്ന് കരുതി പ്രവർത്തിച്ചത് കൊണ്ടാണോ ഞാൻ നിങ്ങളുടെ ഭാര്യയായിരിക്കാൻ യോഗ്യതയില്ലാത്തവളായി പോയത്? നിങ്ങൾ എന്നെ യാദൃശ്യമായി കണ്ടുമുട്ടി വിവാഹം കഴിച്ചതല്ലല്ലോ. ഞാൻ ആരാണെന്നും എന്റെ യോഗ്യത എന്താണെന്നും നിങ്ങൾക്ക് പണ്ടേ അറിയാവുന്നതല്ലേ? ഏതായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇത്തരം ഒരു സന്ദർഭത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ഒഴിഞ്ഞു പോകേണ്ടത് നിങ്ങളുടെ ഒരു ആവശ്യമാണ്. ഇല്ല, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ അതോ ഭയപ്പെടുത്തുകയാണോ? നിനക്ക് പോകണമെങ്കിൽ പോകാം. ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നതിനല്ല. നീ അങ്ങനെ പോയി തനിക്ക് ജീവിക്കുന്ന എനിക്കൊന്ന് കാണാമല്ലോ. കാണാം. ആർഭാടങ്ങളോട് കൂടി അല്ലെങ്കിലും അഭിമാനത്തോടെ തന്നെ നീ ജീവിക്കും. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. കുറെ കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും നിനക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന്. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്നാണോ? ഒരിക്കലും വരില്ല. എനിക്കൊരു സ്വത്തേ ഉള്ളൂ, ആത്മാഭിമാനം. അതെനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. പാടാൻ മോനെ. മോനെ ഇവിടെ കൊണ്ടുപോകുന്നു. എന്റെ മോൻ എന്റെ കൂടെ നിൽക്കുന്നതാ നല്ലത്. അല്ല, എന്റെ മകൻ എന്റെ കൂടെ വളരണം. നിന്റെ കൂടെ വളർന്നാൽ അവൻ ദരിദ്രവാസിയായി ജീവിക്കും. താഴെ നിലയിൽ വളരും. പാടാമണി. ഞാൻ പണക്കാരി അല്ലെങ്കിലും ഒരു കാര്യം പറഞ്ഞേക്കാം. മോനെ വേണ്ട പോലെ ശ്രദ്ധിച്ചു വളർത്താൻ നിങ്ങളെ കൊണ്ടാവില്ല. അവന് ഞാൻ കൊണ്ടുപോകാം. നോ, എനിക്കറിയാം അവനെ വളർത്താൻ. നിന്റെ കൂടെ വിടില്ല. ശരി, എന്തായാലും എന്റെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ എന്നിൽ നിന്നും അകറ്റാൻ നിങ്ങളെ കൊണ്ടാവില്ലല്ലോ.